ഹായ്, ഞാൻ ലിഷ. വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് പാൻകേക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ സോഫ്റ്റായിട്ട് പാൻകേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പാൻകേക്ക് ഉണ്ടാക്കുന്നതിനായി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് അളവ് കപ്പിന് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇവയെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഈ റെസിപ്പികളിലൊക്കെ പറയുന്ന കപ്പിൻ്റെ അളവ് 240 ml ആണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഗ്രാം അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് കോഫി മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, 2 ടീസ്പൂൺ ചൂടുള്ള വെള്ളം, ഇവ മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിന് പകരം ചൂടുള്ള പാൽ ഉപയോഗിച്ചാലും മതി കേട്ടോ. കോഫി മിക്സ് ചേർക്കുന്നത് ഓപ്ഷനിലാണ്. കോഫി മിക്സ് ചേർക്കുകയാണെങ്കിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ എടുത്തു നിൽക്കും. ഇതിനെ മാറ്റിവെക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി മിക്സ് ചെയ്ത് മെൽറ്റാക്കി എടുക്കണം. പഞ്ചസാര അരിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് പൊടിച്ചതെടുത്തന്നേ ഉള്ളൂ. തരിയുള്ള പഞ്ചസാര എടുത്താലും മതി. മൊത്തം മെൽറ്റായി കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പാൻകേക്കിന് അധികം മധുരം ചേർത്തിട്ടില്ല. ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കഴിക്കാനുള്ളത് കൊണ്ട് പഞ്ചസാര കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ പഞ്ചസാര നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റാക്കിയ ബട്ടർ ഇട്ട് കൊടുക്കാം. അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫി മിക്സ്, അളവ് കപ്പിന് 1 കപ്പ് പാല്, ഇവയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാലും മുട്ടയും ഉപയോഗിക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളവയാണ് ഉപയോഗിക്കേണ്ടത്. ഇതിലേക്കിനി നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇവ 2-3 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഓരോ ബാച്ചും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചേർത്ത് കൊടുക്കുക. ഇത് ഓവർ മിക്സ് ആകരുത്. നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്ന പാല് മതിയാവില്ല. ബാറ്ററി കുറച്ചുകൂടി ലൂസായിരിക്കണം. അതുകൊണ്ട് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ. ഓരോ പൊടികൾക്കനുസരിച്ച് വ്യത്യാസം വരും. നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. പാൻ ചൂടായി വരുമ്പോൾ ഒരു തവി നിറച്ച് ബാറ്റർ എടുത്തിട്ട് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരത്തി കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ, തന്നെ ലെവലായിക്കൊള്ളും. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ എടുത്തിരിക്കുന്നത് കൊണ്ട് ബട്ടറൊന്നും തൂത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ ദോശക്കല്ലാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ബട്ടർ തൂത്ത് കൊടുക്കണം. സൈഡിൽ ഇങ്ങനെ ഹോൾസ് വന്നു തുടങ്ങുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനി മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും പാൻകേക്ക് എടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കണം. പാൻകേക്കെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ ഈ പാൻകേക്ക്. ഈ മിക്സിൽ നിന്ന് ഈ സൈസിൽ 8 പാൻകേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് തന്നെയൊന്ന് അറിയിക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്